Hello friends, ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ഇവൻറ്റ് കൺവേഴ്സൺ സെറ്റ് ചെയ്യുന്നത് ഗൂഗിൾ അനലിറ്റിക്സ് GA4-നകത്ത്. സോ നോർമലി ഗൂഗിൾ അനലിറ്റിക്സ് യൂണിവേഴ്സൽ അനലിറ്റിക്സിനകത്ത് കൺവേഴ്സൺ അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ബട്ട് ഹൗ വി ആർ ഗോയിങ് ടു സെറ്റ് അപ്പ് ഓൺ ഗൂഗിൾ അനലിറ്റിക്സ് GA4-നകത്ത് എങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. സോ അതിനുവേണ്ടി ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ക്രിയേറ്റ് ആൻ ഈവൻറ്റ്. സോ ഈവൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് കൺവേഴ്സൺ ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദിസ് ഈസ് ആൻ ന്യൂ ക്രിയേറ്റഡ് അക്കൗണ്ടാണ്. സോ ലെറ്റ്സ് ക്രിയേറ്റ് ആൻ ഈവൻറ്റ്. സോ ഫസ്റ്റ് ഈവൻറ്റ്സിനകത്ത് വരിക. ഇവിടെ നമുക്കൊരു ഈവൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബൈ ഡിഫോൾട്ട് ആയിട്ട് കുറച്ച് ഈവൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്നതാണ്. ലെറ്റ് മീ ഷോ യു ദോസ് ഈവൻറ്റ്സ്, വാട്ട് ആർ ദ ഈവൻറ്റ്സ് വിൽ ബി ക്രിയേറ്റഡ്. ആൻഡ് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഡാറ്റാസ് വരും. ദിസ് ലൈക്ക് അക്കൗണ്ട് ഇസ് ജസ്റ്റ് കൺവേർട്ടഡ് ഇൻ ടു ദിസ്. സോ വെൻ യു ഗോ ടു സെറ്റപ്പ്, ഇവിടെ കസ്റ്റം ഈവൻറ്റ് മെജർമെൻറ്റ്സ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ enhance measurement, you can see that what are the things they are tracking. So when you click on this, so ഇവിടെ നമുക്ക് കാണാം എക്സ്ട്രാ ആയിട്ട് enhance measurement ഓൺ ആണ്. സോ they will be tracking these informations. So okay, so page views, സ്ക്രോൾ, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി അവർ മൊത്തം സൈറ്റ്സിൻ്റെ ആയിരിക്കും. പേജ് വ്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം സൈറ്റ്സിൻ്റെ പേജ് വ്യൂ ആയിരിക്കും. ബട്ട് നമുക്ക് കൺവേഴ്സൺ സെറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണം, നമുക്ക് സ്പെസിഫിക് ഒരു പേജിൻ്റെ മാത്രം നമുക്ക് എന്താ ചെയ്യേണ്ടി വരും, സെറ്റപ്പ് ചെയ്യേണ്ടി വരും. സോ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ആൻ ഇവൻറ്റ്സ്. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ ഇവൻറ്റ് സെഗ്മെൻറ്റ്. സോ ഇവൻറ്റിനകത്ത് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ലെറ്റ്സ് ക്രിയേറ്റ് ആൻ ഇവൻറ്റ്. സോ ഇത് നമ്മൾ ബേസിക്കലി ഈ പർട്ടിക്കുലർ സെക്ഷന് വേണ്ടി ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ലെറ്റ്സ് ക്രിയേറ്റ്. സോ കസ്റ്റം ഇവൻറ്റിൻ്റെ നെയിം എന്താണ്? സോ ഇഫ് ഇറ്റ്സ് ആൻ എ ലീഡ്, സോ ലെറ്റ്സ് കളക്ട് ഓൺ ദ ജനറേറ്റ് ലീഡ്സ്. ഇവൻറ്റ് നെയിം യു ക്യാൻ സീ ദാറ്റ് ഇപ്പം നമുക്ക് പേജ് വ്യൂ ആണ് വേണ്ടത്, ബിക്കോസ് നമ്മൾ താങ്ക് യു പേജ് ആണ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. സോ വി ക്യാൻ ഗോ ഫോർ ദ പേജ് ലൊക്കേഷൻ. വി ക്യാൻ സെലക്ട് ദ പേജ് ലൊക്കേഷൻ and you can select the contents and thank you. So you can give thank you. So that is like നിങ്ങളുടെ എന്താ പറയുക, താങ്ക് യു പേജ് നിങ്ങളുടെ വെബ്സൈറ്റിനകത്തുള്ള എല്ലാ താങ്ക് യു പേജിനെ അവർ എന്താ ചെയ്യും, സെലക്ട് ചെയ്തിട്ട് കൺസിഡർ ചെയ്യും ആസ് എ ഗോൾ ആയിട്ട്. സോ നൗ യു ക്യാൻ ക്രിയേറ്റ് ഇറ്റ്. വെൻ യു ക്രിയേറ്റ് this configure will be saved and a particular section you will be able to see here. Then when you come to conversion, you will be able to see all those details here and you can able to select that. So adu ichiri kayinite ivide update avutullu. So let the data comes here and then you can select that as a mark as a conversion. When you click that as a conversion, that will be converted into as a conversion section. So this way you can set up a event and conversion. Let me show an account where I have created the conversion and how it shows that. So this is another account where if you go to event, so you will see that various type of events you will see. So this was I was talking about. So you will see that first page widget, generate leads, page view, scroll, session start. Generate lead is the one which I have created, and what I did is I mark as a conversion. So when you click on generate leads, you can see that what is this. This is the particular page event count. So as per there is an event segment, you can see that. So all the information you will see there. So that will be considered as an event. So that's the event, and you can even edit all those sections you can do here. Then when you make it as a conversion, when you click on the conversion section, then you see it as a conversion. So now this will be considered as a conversion. When you go to any traffic source and you can see that generate leads, how many generate leads has generated that particular section. So when I go to traffic section and it's a 2 days traffic what I am looking, when I come here, when I set up this conversion event as a generate leads, you can see that how many leads has generated here. So as of now there is no any leads for this particular section, that's why this is showing this way. So that's the way how you can set up any events, that's the conversion events on Google Analytics GA4. So hope you like this video. Let me know if you wanted to know more about this particular kind of things in comment. Love to explain more about it. And if you love the video, do subscribe our channel and share with your friends. Thank you guys. See you next video.